അങ്ങനെ വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആഴ്ചയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും പുതിയ പൊട്ടിത്തെറികൾ, പുതിയ മറ്റടുത്ത വർത്തമാനം ഒക്കെ നടപ്പുണ്ട്. ജാസ്മിൻ ആകെ കരച്ചിലാണ്. ജാസ്മിനെ പറ്റി മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, ജാസ്മിൻ ക്യാപ്റ്റനായ ഉടനെ പവർ റൂമിലേക്ക് കയറ്റാൻ ഉദ്ദേശിച്ചത് 3 പേരെയാണ്. പക്ഷേ ഗബ്രി പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അപ്സരയും കൂടെ കയറ്റിയത്. കാരണം ഒരുപാട് ബയാസ്ഡായി എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി. അത് ഇപ്പോൾ പാരയായെന്ന് തോന്നുന്നു. പിന്നെ ഇന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞ് ആരാണ് പറഞ്ഞത് ഈ ഡയലോഗ്, അപ്പോൾ ഈ ഡയലോഗ് ഏത് സമയത്ത് ആര് സംസാരിച്ചു എന്നുള്ള ആ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എക്സ്പോസായി. ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ അവൻ മണ്ടനാണ്, അവൻ കഴുതയാണ്, അവൾ കഴുതയാണ് എന്നൊക്കെ പറഞ്ഞത് എക്സ്പോസായി. അപ്പോൾ ജാസ്മിൻ വലിയ കാര്യത്തിൽ അവളെ റൂൾ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മുടെ പുതിയ DJ ഷെബിൻ, പുള്ളി ഇടയ്ക്കൊക്കെ കുറച്ച് സ്കോർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞു, നീ എനിക്ക് പറഞ്ഞു തരണ്ട, ഞാനെന്ത് സംസാരിക്കണം എന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ട എന്നുള്ള വർത്തമാനം പറഞ്ഞ് അവളെ ഡമ്മി ആയി കളഞ്ഞു. ജാസ്മിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ തന്നെ ഷെബിൻ പറഞ്ഞു, നീ എനിക്ക് പറഞ്ഞു തരണ്ട മോളെ, നീ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി, ഉത്തരം ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ എനിക്ക് ബസറടിക്കാൻ പഠിപ്പിക്കേണ്ട, നീ എനിക്ക് ഉത്തരം പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ശ്രീധുവിന് മനസ്സിലായി ഈ ഋഷി അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവളിങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഋഷിയുടെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ച് ആകെ കുറച്ച് കലവില ഞാൻ എന്ത് സംസാരിക്കുന്നത്, ഞാൻ ഇപ്പോൾ കത്തി, ഞാൻ ചൊല്ലിയില്ലേ ഞാൻ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയിലുണ്ടായിരുന്ന നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ ഡമ്മി ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം വെളിയിൽ ഇയാളുടെ ബുദ്ധി മാത്രമല്ലെന്ന് തോന്നുന്നു, ഇയാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെളിയിൽ വേറെ തലകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പുള്ളിയെ കാണുമ്പോൾ പുള്ളിക്ക് വലിയ ബുദ്ധിയൊന്നും ഉള്ളതായിട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയില്ല. പക്ഷേ വേറെ വല്ല പ്ലാനൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് കുറച്ച് സ്പാർക്കൊക്കെ ഉണ്ട്, പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്താണേലും വലിയ ഒരു സ്പാർക്കൊന്നും കാണാനില്ല. അപ്പോൾ ഋഷി നമ്മുടെ മുടിയൻ ഒരു ആങ്കാരിയാണ് എന്നാണ് ഷിബിൻ പറഞ്ഞത്. അതുകൊണ്ട് ജുവനൈൽ ഹോമിലേക്ക് ഒരു ടൂറിന് കൊണ്ടുപോകണമെന്നോ, അത് അവനെ ശരിക്കും കയറിക്കൊണ്ടു. അത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അപ്പനായിട്ട് അവനെ അവിടെ കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ മുടിയൻ. അത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നിരിക്കുക എന്നുള്ള രീതിയിലാണ് മുടിയൻ അത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മുടിയൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പിന്നെ അൻസിബയുടെ അടുത്ത് രാവിലെ നമ്മുടെ ഷെബിൻ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു. മറ്റേ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്തോ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യും, ഞാൻ എപ്പോഴും പോയി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ ഞാൻ പോയി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഷെബിൻ പിന്നെ എവിടെയും കയറി ഇടപെടുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അത് പുള്ളി തന്നെ അത് പറയുന്നുണ്ട്, ഒരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ കയറിയിട്ട് മീൻ കറിയും ചോറും എടുത്ത് കഴിക്കുമെന്ന്. ഈ മയറിനെയൊക്കെ അതായത് പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി പോലും ഇല്ലാത്ത ഒരാളിനെയാണ് ബിഗ് ബോസിലെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ആട്ടി മേടിച്ചിട്ടേ പോവുള്ളൂ. റോക്കി പോലത്തെ ആളില്ലാതായിപ്പോയി. റോക്കിയുടെ അടുത്താണ് ഈ വർത്തമാനം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയേനെ. അണ്ടി പോയി അണ്ണനെ പോലെ ഇരിപ്പുണ്ട് ഗബ്രി വിചാരിച്ചെന്ന് പറഞ്ഞാൽ കാലങ്ങളോളം ഇങ്ങനെ പവർ ടീമിൽ ഇരിക്കാം. ഈ ആഴ്ച ഈ മണ്ടിപ്പെണ്ണ് ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. അവളുടെ ടീം തിരിക്കലും ശരണിനെയും മറ്റേ മുടിയനെയും പിടിച്ച് അവൾ ഒരു ടീമിലിടുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണെന്നാ. പിന്നെ ഗബ്രിയുടെ വിചാരം അതാണല്ലോ, അവനും ഭയങ്കര ബുദ്ധിയാണ്. രണ്ടും മണ്ടന്മാരാന്നുള്ളത്. ഗബ്രിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്, ജാസ്മിന് ഒട്ടും ബുദ്ധിയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കുറച്ച് മാറ്റി ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട്. ഗബ്രിയായിട്ട് വലിയ ലിങ്ക് ഇല്ലാത്ത പോലെയൊക്കെ, അതായത് എല്ലാ സ്ഥലത്തും ഓടിച്ചാടിയൊക്കെ നടപ്പുണ്ട്. ശ്രീധുവിനടുത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു ജാസ്മിൻ. എനിക്ക് വിഷമിക്കില്ല, എനിക്കൊരു മനസ്സില്ല, ഞാനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ മനുഷ്യനാണോ മനുഷ്യ സ്ത്രീയാണോ എന്നുള്ളതിൽ ഇവൾക്ക് തന്നെ ഒരു സംശയമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡറാവും. അത് പോട്ടെ. സീക്രട്ട് ഏജൻറ്റ് ചെറുതായിട്ടൊക്കെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പുള്ളിക്ക് വലിയ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 1-2 ആഴ്ച പോയാലേ ഒരു സിങ്ക് ആവുള്ളെന്ന് തോന്നുന്നു. 30-35 ദിവസമല്ലേ ആയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ കാണാം. നോറയുടെ വിചാരം നോറ കഴിഞ്ഞ ആഴ്ചത്തോടെ സ്റ്റാറായിപ്പോയെന്നാണ്. നോറ ഭയങ്കരമായിട്ടൊരു സ്റ്റാർട്ട് കിട്ടിയ പോലെയാണ്. ഇപ്പോൾ അവിടെ കിടന്ന് എല്ലാത്തിലും ഇങ്ങനെ ഇടപെടുന്ന വലിയ ഡയലോഗൊക്കെ പറയുന്നത്. ഗബ്രിയൊക്കെ മലത്തിയടിക്കുന്ന രീതിയിലാണ് നോറ ഡയലോഗ് പറയുന്നത്. പക്ഷെ പാഴാണ്, നമുക്കറിയാം. കയ്യും കാലും ഇങ്ങനെ ആട്ടിയാണ് വർത്താനം പറയുന്നത്, തവളയെ പോലെ.